Hello students, നമ്മൾ Fourier series എന്നുള്ള സെക്ഷനാണ് പഠിക്കുന്നത്. അതിൽ Fourier സീരീസിലെ -p to p ലെങ്ത് ഇന്റർവെൽ -p to p വരുന്ന കേസിലുള്ള Fourier സീരീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ അടുത്തത് സീരീസ് ആവുമ്പോൾ ഒരു സീരീസ് കൺവേർജസ് ആവോ, ഏതൊക്കെ പോയിന്റ് ആണ് കൺവേർജ് ആവുക അല്ലെങ്കിൽ എവിടേക്കാണ് കൺവേർജ് ആവുക എന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കണം. സെക്കൻഡ് സെമ്മിൽ നമ്മൾ സീരീസിന്റെ ചാപ്റ്റർ അതുപോലെ തന്നെ കൺവേർജൻസിനുള്ള റിസൾട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ Fourier സീരീസ് കൺവേർജ് ആവാനുള്ള കണ്ടീഷൻ ആണ് അടുത്തത് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടീഷൻസ് ഓഫ് കൺവേർജൻസ് തിയറം ആണ്. ലെറ്റ് എഫ് ആൻഡ് എഫ് ഡാഷ് ബി പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ദ ഇന്റർവൽ -p to p. നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇന്റർവൽ -p to p, അതായത് ഇപ്പോൾ -π/2 ടു ഒരെണ്ണം മാത്രം നമ്മൾ 3π/2 എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതല്ലാത്തത് -p to p എന്നുള്ള ഫോമിലായിരുന്നു എല്ലാ പ്രോബ്ലവും ഉണ്ടായിരുന്നത്. അപ്പോൾ എഫും എഫ് ഡാഷും പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ മീനിങ് എന്താ? എപ്പോഴാണ് പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് പറയാം? സ്റ്റെപ്പ് ഫംഗ്ഷൻ വരുമ്പോൾ. ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? അത് എൻ പോയിന്റ്സിൽ മാത്രം, ഓരോ ഇന്റർവെല്ലുള്ള എൻ പോയിന്റ്സിൽ മാത്രം അതെന്താവില്ല, കണ്ടിന്യൂസ് ആവില്ല. അതായത് ഓരോ ഇന്റർവെല്ലിലും അതെന്താണ്, കണ്ടിന്യൂസ് ആണ്. അതായത് ഇവിടെ മുതൽ ഇവിടെ വരെ ഈ ഇന്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്, ഓരോ ഇന്റർവെല്ലിനകത്ത് കണ്ടിന്യൂസ് ആയിരിക്കും. ടോട്ടൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ ചോദിച്ചാൽ അല്ല, അത് പീസ് വൈസ് കണ്ടിന്യൂസ് ആണ്. ഈ പോയിന്റ്സിലെല്ലാം എന്ത് നഷ്ടപ്പെടും? അതിന് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും. അപ്പോൾ എഫും എഫ് ഡാഷും പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ മീനിങ് എന്താണ്? എഫും എഫ് ഡാഷും എന്താവും? ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സിൽ കണ്ടിന്യൂസ് ആവും ഇൻ ദ ഇന്റർവൽ -p to p. അതുപോലെ തന്നെ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സും ഉണ്ടാവും. Then for all x in the interval -p to p, the Fourier series of f converges to f of x at a point of continuity. അപ്പോൾ Fourier സീരീസ് -p to p-യിൽ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സിലെല്ലാം Fourier സീരീസ് എന്തിലേക്ക് കൺവേർജ് ചെയ്യുക? എഫ് ഓഫ് എക്സിലേക്ക്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എഫ് ഓഫ് എക്സ് എന്താ പഠിച്ചിട്ടുള്ളത്? a0/2 പ്ലസ് സിഗ്മ n equal to 1 to infinity an cos nπx/p പ്ലസ് bn sin nπx/p. അപ്പോൾ -p to p-യിൽ കണ്ടിന്യൂസ് ആണ് എഫ് ഓഫ് എക്സ് എങ്കിൽ, ഏതൊക്കെ പോയിന്റാണോ എഫ് കണ്ടിന്യൂസ് ആവുന്നത് ആ പോയിന്റിലെല്ലാം ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ Fourier സീരീസ് എവിടേക്ക് തന്നെയാണ് കൺവേർജ് ആവുക? ഈ എഫ് ഓഫ് എക്സിലോട്ട് തന്നെ കൺവേർജ് ആവും. ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സിൽ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പോയിന്റ്സിൽ കണ്ടിന്യൂസ് ആയിരിക്കും, കുറച്ച് പോയിന്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സിൽ Fourier സീരീസ് കൺവേർജ് ചെയ്യുന്നത് ഈ എഫ് ഓഫ് എക്സിലേക്ക് തന്നെയാണ്. ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സിൽ Fourier സീരീസ് കൺവേർജ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് /2. ഡയറക്റ്റ് ആയിട്ട് എഫ് ഓഫ് എക്സിലേക്ക് അല്ല കൺവേർജ് ചെയ്യാം, എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് /2. അതായത് ആവറേജ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സ് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. എഫ് ഓഫ് എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്. ഇപ്പോൾ ഡിസ്കണ്ടിന്യൂസ് അല്ലാത്തടത്തെല്ലാം Fourier സീരീസ് കൺവേർജ് ചെയ്യുന്നത് എവിടേക്കാണ്? ആവറേജ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ഇനി എന്താണ് എഫ് ഓഫ് എക്സ് പ്ലസ്? അതുപോലെ എഫ് ഓഫ് എക്സ് മൈനസ് എന്നുള്ള ഡെഫിനേഷൻ ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എങ്ങനെയാണ് കാണുക? ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച്. എഫ് ഓഫ് എക്സ് മൈനസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 എഫ് ഓഫ് എക്സ് മൈനസ് എച്ച്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, എഫ് ഓഫ് എക്സ് പ്ലസും എഫ് ഓഫ് എക്സ് മൈനസും ഈക്വൽ ആണെങ്കിൽ നമുക്കത് വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എഫ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എച്ച് എന്ന് പറയുന്ന പോയിന്റിൽ എഫ് കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് കണ്ടീഷൻസ് ഓഫ് കൺവേർജൻസിൽ പറയുന്നത്. എഫും എഫ് ഡാഷും പീസ് വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ, പീസ് വൈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പോയിന്റിൽ കണ്ടിന്യൂസും കുറച്ച് പോയിന്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ Fourier സീരീസ് എഫും എഫ് ഡാഷും പീസ് വൈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ Fourier -p to p-ൻ്റെ ഇടയിൽ ഏത് എച്ച് എടുത്താലും Fourier സീരീസ് എവിടേക്ക് കൺവേർജ് ആവും? എഫ് ഓഫ് എക്സിലോട്ട് തന്നെ കൺവേർജ് ആവും ഇഫ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ്. -p to p-യിൽ കണ്ടിന്യൂസ് ആവുന്ന പോയിന്റുകൾക്ക് Fourier സീരീസ് എഫ് ഓഫ് എക്സിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. ഡിസ്കണ്ടിന്യൂസ് എക്സുകൾക്ക്, ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സിൽ Fourier സീരീസ് കൺവേർജ് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് /2 എന്നുള്ള ഈ പോയിന്റിലേക്കാണ്, ഈ ആവറേജിലോട്ടാണ് കൺവേർജ് ചെയ്യുന്നത്. ഇനി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമ്മൾ റിമാർക്കിൽ പറഞ്ഞു. ഇനി അടുത്തത് വരുന്നതാണ് പീരിയോഡിക് എക്സ്റ്റൻഷൻ. അപ്പോൾ
അപ്പോൾ നമ്മൾ ഇതുവരെയും ചെയ്ത പീരീഡ് എന്ന് പറയുന്നത് -p to p ആയിരുന്നു അല്ലേ. ഒബ്സർവ് ദാറ്റ് ഈച്ച് ഓഫ് ദ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻ ദ ഫൊറിയർ എക്സ്പാൻഷൻ ഓഫ് എ ഫംഗ്ഷൻ f of x defined on the interval -p to p is periodic with the different fundamental period, namely 2p/n, n greater than or equal to 1. അതായത് നമ്മൾ ഇതുവരെയും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇന്റർവൽ -p to p എന്നാണ്. ഈ ഫൊറിയർ സീരീസ് എല്ലാം പീരിയോഡിക് വിത്ത് ഡിഫറെൻറ്റ് ഫണ്ടമെൻ്റൽ പീരീഡ് ആണ്. അപ്പോൾ നമ്മൾ ജനറലായിട്ട് 2p/n എന്ന് വിളിക്കുകയാണെങ്കിൽ n equal to 1, n greater than or equal to 1 എന്നുള്ള കേസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ n equal to 1 ആകുമ്പോൾ 2p പീരിയോഡിക് ആവും, n equal to 2 ആണെങ്കിൽ 2p/2 p പീരിയോഡിക് ആവും, n equal to 3 ആകുമ്പോൾ 2p/3. അപ്പോൾ നമ്മൾ ഇൻറ്റീജേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻറ്റീജേഴ്സ് കിട്ടാണ്ട് ഇപ്പോൾ 2p/3 എന്ന് പറയുമ്പോൾ പോയിൻറ്റ്സ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ഇൻറ്റീജർ ആവാൻ വേണ്ടിയിട്ട്, പോസിറ്റീവ് ഇൻറ്റീജർ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, പോസിറ്റീവ് ഇൻറ്റീജർ മൾട്ടിപ്പിൾ ഓഫ് എ പീരീഡ് ഇസ് ഓൾസോ എ പീരീഡ്. ഇപ്പോൾ 2 പീരീഡ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു പോസിറ്റീവ് ഇൻറ്റീജർ 3 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 6p എന്നാവും. അപ്പോൾ അതും എന്ത് തന്നെയായിരിക്കും, പീരീഡ് തന്നെയായിരിക്കും. ഇപ്പോൾ 2 പീരീഡിൻ്റെ കൂടെ നമുക്കൊരു പോസിറ്റീവ് ഇൻറ്റീജർ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ പീരീഡിലുള്ള ഫൊറിയർ സീരീസും എന്ത് തന്നെയായിരിക്കും, പീരിയോഡ് തന്നെയായിരിക്കും. അപ്പം നമ്മൾ പറയുന്നത് ഇതിന് കോമൺ ആയിട്ട് ഇപ്പോൾ 2p/n എന്നാണ് നമ്മൾ ജനറലായിട്ട് പറയുക. പക്ഷെ കോമൺ ആയിട്ട് നമ്മൾ എടുക്കുന്ന പീരീഡ് ഏതാണ്, 2p പീരീഡ് എന്നാണ് എടുക്കാറ്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് ഈ ഫൊറിയർ സീരീസിൻ്റെ നമ്മൾ f of x is equal to a0/2 plus sigma n equal to 1 to infinity an cos nπx/p plus bn sin nπx/p ആണ് നമ്മുടെ ഫൊറിയർ സീരീസ് എക്സ്പാൻഷൻ. ഈ ടേം റൈറ്റ് ഹാൻഡ് സൈഡിൽ ഈ ടേം എന്ന് പറയുന്നത് പീരിയോഡിക് വിത്ത് പീരീഡ് 2p ആണ്. ഇനി ഈ 2p പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സമ്മിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്നാണ് പറയുക. ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ വാല്യൂ വരുന്നത്, ഏത് വാല്യൂ കൊടുത്താൽ ഏറ്റവും ചെറിയ പീരീഡിനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുക. അപ്പോൾ ഈ സമ്മിൻ്റെ -p to p എന്ന് എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ പീരീഡ് അതിന് നമ്മൾ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയും. -p to p യുടെ ഫണ്ടമെൻ്റൽ പീരീഡ് എന്ന് പറയുന്നത് 2p ആണ്. ഇനി നമ്മൾ പറയുന്നത് ഈ ഏതൊരു ഫൊറിയർ സീരീസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ -p to p എന്നുള്ള ഇൻ്റർവെല്ലിൽ മാത്രമല്ല ഡിഫൈൻ ചെയ്യാൻ പറ്റുക, പകരം അതിന് ഈ പീരീഡിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, പീരിയോഡിക് എക്സ്റ്റൻഷൻ. അപ്പോൾ -p to pക്ക് പകരം നമുക്ക് ഔട്ട്സൈഡ് ദ ഇൻ്റർവെലും ഫൊറിയർ സീരീസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ പീരിയോഡിക് എക്സ്റ്റൻഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഇൻ്റർവെലിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തിയറം കണ്ടീഷൻസ് ഫോർ കൺവേർജൻസും ഈ പീരിയോഡിക് എക്സ്റ്റൻഷനിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ അടുത്ത കണ്ടീഷൻ പറയുന്നത്. പീരിയോഡിക് എക്സ്റ്റൻഷൻ്റെ കൺവേർജൻസ് തിയറം പോലെ പറയുന്നതാണ്. വി മേ അസ്യൂം ഫ്രോം ദ ഔട്ട്സൈഡ് ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് പീരിയോഡിക് വിത്ത് പീരീഡ് t equal to 2p. ഇപ്പോൾ ജനറലായിട്ട് നമ്മൾ എടുക്കുന്നത് t equal to 2p എന്നാണ്. അപ്പോൾ t ആണ് പീരീഡ് എങ്കിൽ നമ്മളങ്ങനെ എഴുതുക f of x plus t is equal to f of x. അതായത് ഒരു ഫംഗ്ഷൻ ഇപ്പോൾ ഒരു പീരീഡ് നമ്മൾ കൊടുത്ത എന്താ പീരീഡ് എന്ന് പറഞ്ഞാൽ ഓരോ ആ പോയിന്റ് ഇപ്പോൾ t equal to 4 ആണെങ്കിൽ ഓരോ 4 ലെങ്ത് കഴിയുമ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ നോക്കിയതാണ്. ഇപ്പോൾ 4 പീരീഡ് ആണെങ്കിൽ 3 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 0 തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ഇപ്പോൾ 4 പീരീഡ് ആണെങ്കിൽ 0യിൽ എന്താണോ ഷേപ്പ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഷേപ്പ് വരുന്നത് അടുത്തത് 4 എന്നുള്ള പോയിന്റിലായിരിക്കും. ഇപ്പോൾ 2 പീരീഡിക്ക് ആണെങ്കിലോ 0 to 2 ഉള്ള വാല്യൂ തന്നെയായിരിക്കും 2 to 4 ഉള്ള ഗ്രാഫ്. അപ്പോൾ അതാണ് പീരിയോഡിക് എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് f of x plus t is equal to f of x തന്നെയായിരിക്കും പീരീഡ് t ആണെങ്കിൽ. വെൻ f is piecewise continuous and right hand and left hand derivatives at x is equal to -p and x is equal to p exist, then the series a0/2 plus sigma n equal to 1 to infinity an cos nπx/p plus bn sin nπx/p converges to the average f of p minus plus f of minus p plus divided by 2. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന പീസ്വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർവെൽ ഉണ്ടല്ലോ -pയിലും pയിലും കണ്ടിന്യൂസ് ആണ്, ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ -pയിലും pയിലും എന്ത് എക്സിസ്റ്റ് ചെയ്യണം, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ ഈ സമ്മ് a0/2 plus sigma n equal to 1 to infinity an cos nπx/p plus bn sin nπx/p എന്ന് പറയുന്നത് f of p minus plus f of minus p plus by 2ലേക്കാണ് എന്ത് ചെയ്യുക, കൺവേർജ് ചെയ്യുക. at these endpoints and to this value extended periodically to plus or minus 3p. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്തത്
പ്ലസ് ഓർ മൈനസ് 2p ആണെങ്കിലാണ് ഇനി അതിന് പകരം എന്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, പ്ലസ് ഓർ മൈനസ് 3p, പ്ലസ് ഓർ മൈനസ് 5p, പ്ലസ് ഓർ മൈനസ് 7p, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്ലസ് ഓർ മൈനസ് p ആണ് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളത്, അല്ലെ, മൈനസ് p to p. അപ്പോൾ പ്ലസ് ഓർ മൈനസ് p, അപ്പോൾ നമുക്ക് 3p, 5p, 7p അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാൻ പറയുന്ന പ്രോബ്ലത്തിൽ നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ പീരിയഡാണ്, അതായത് എൻ പോയിന്റ്സ് മൈനസ് p to p ആണെന്നും. ഇനി മൈനസ് p എന്നും പിയിലും ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ ആ സീരീസ് പറയുന്നത് കൺവേർജ് ആവുന്നത് എഫ് ഓഫ് പി മൈനസ് പ്ലസ് എഫ് ഓഫ് മൈനസ് പി പ്ലസ് ഡിവൈഡഡ് ബൈ 2ലേക്കായിരിക്കും. ഇനി നമ്മളൊരു എക്സാമ്പിൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമുക്ക് ഹോംവർക്കായിട്ട് തന്ന പ്രോബ്ലമാണ്. ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ മൈനസ് 3 to -1 ആൻഡ് 1 ഫോർ -1 to 1, 0 ഫോർ 1 to 3. അപ്പോൾ ഇതിൽ നോക്കുക അതിൻ്റെ പീരീഡ് എത്രയാണ് ഇവിടെ, -3 to 3. -3 to 3 പറയുമ്പോൾ 3 മൈനസ് -3, അപ്പോൾ പീരീഡ് 6. അപ്പോൾ t ഈക്വൽ ടു 6 ആണ് ഈ പ്രോബ്ലത്തിൽ പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ കിട്ടുക 1/3 പ്ലസ് √3/π ഇൻറ്റു cos pi x by 3. ഹോംവർക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആൻസർ ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ √3/π ഇൻറ്റു cos pi x by 3 പ്ലസ് 1/2 ഇൻറ്റു cos 2π x by 3 മൈനസ് 1/4 ഇൻറ്റു cos 4π x by 3 മൈനസ് എക്സെട്ര എന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി ഇത് 6 പീരീഡ് ആണെങ്കിൽ -3 to 3ൻ്റെ ഇടയിലുള്ള ഈ വാല്യൂസ് തന്നെയായിരിക്കും എവിടെ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യുമ്പോൾ, അപ്പോൾ ഇതിൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് 3 ആണ് വന്നിട്ടുള്ളത്. ഇനി പ്ലസ് ഓർ മൈനസ് 9 പ്ലസ് 6 ആഡ് ചെയ്തു, അപ്പോൾ പ്ലസ് ഓർ മൈനസ് 9ൽ അതുപോലെ ഇതിൻ്റെ കൂടെ പ്ലസ് 6 ചെയ്താൽ പ്ലസ് ഓർ മൈനസ് 15ൽ എല്ലാം ഈ സീരീസ് എവിടേക്ക് കൺവേർജ് ആവുക, എഫ് ഓഫ് p മൈനസ് പ്ലസ് എഫ് ഓഫ് മൈനസ് p പ്ലസ്, അതായത് എഫ് ഓഫ് 3 മൈനസ് പ്ലസ് എഫ് ഓഫ് മൈനസ് 3 പ്ലസ് ഡിവൈഡഡ് ബൈ 2. എഫ് ഓഫ് 3 മൈനസിൻ്റെ വാല്യൂ എന്താണ്, 3ൻ്റെ കാട്ടിലും കുറവ്, 3നെക്കാട്ടിലും കുറവാകുമ്പോൾ 0 ആണ്. 3 മൈനസ് 3ൻ്റെ പ്ലസ് മൈനസ് 3നെക്കാട്ടിലും കൂടുതലാവുന്ന ഇവിടെ 0 ആണ്. അപ്പോൾ 0 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ സീരീസ് കൺവേർജ് ആവുന്നത് എവിടേക്കാണ്, 0ലേക്കാണെന്ന് കിട്ടി. ഇനി പീരിയോഡിക് എക്സ്റ്റൻഷൻ്റെ ഒരു പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫൈൻഡ് ദ ഫോറിയർ സീരീസ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ -π to 0 ആൻഡ് എച്ച് ഫോർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ പൈ. ഇവിടെ തന്നിട്ടുള്ളത് π മൈനസ് π 2π ലെങ്ത് ആണ്. അപ്പോൾ നമ്മൾ p ഇസ് ഈക്വൽ ടു 2π എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ 2pക്ക് പകരം ഇവിടെ 2π ആണ് പറയുന്നത്. സോ പിൻ്റെ വാല്യൂ ആണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നോക്കേണ്ടത്. അതേപോലെ 2p എന്ന് പറയുന്നതിന് പകരം ഇവിടെ തന്നിട്ടുള്ളത് 2π ആണ്. Establish that the series converges to the periodic extension of f to the entire x-axis. അപ്പോൾ നമുക്ക് എന്താണ്, ഇത് പീരിയോഡിക് എക്സ്റ്റൻഷൻ ആയിട്ട് ഈ സീരീസ് കൺവേർജ് ചെയ്യും. ആ കൺവേർജ് ചെയ്യുന്നത് പീരിയോഡിക് എക്സ്റ്റൻഷൻ ഓഫ് എഫ് ആയിട്ടാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഓൾസോ സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ടു വിച്ച് ദ സീരീസ് കൺവേർജസ് ഫോർ 3 periods. അപ്പോൾ എന്തൊക്കെ നോക്കാം, എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, ഈ എഫ് ഓഫ് എക്സിൻ്റെ ഫോറിയർ സീരീസ് കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ സീരീസ് എവിടേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറയണം, ഈ എഫിൻ്റെ പീരിയോഡിക് എക്സ്റ്റൻഷനിലോട്ടാണെന്ന് പറയണം. ആൾസോ സ്കെച്ച് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യണം. ആൻഡ് ടു വിച്ച് ദ സീരീസ് കൺവേർജസ് ഫോർ 3 periods. ഇപ്പോൾ ഗ്രാഫ് സ്കെച്ച് ചെയ്യുമ്പോൾ അതിൽ മിനിമം 3 periods എങ്കിലും വരുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അതിൻ്റെ ഗ്രാഫ് സ്കെച്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ഫോറിയർ സീരീസിൻ്റെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട എന്താണ്, ഇവിടെ പി എത്രയാണെന്ന് നോക്കുക. -p to p എന്നുള്ളതാണ് നമ്മുടെ ഫോം. അപ്പോൾ ഇവിടെ p is equal to π എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി എഫ് ഓഫ് എക്സ് ഫോറിയർ സീരീസിൻ്റെ ഫോം നമുക്കറിയാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0/2 സിഗ്മ n ഈക്വൽ ടു 1 to infinity an cos ns പ്ലസ് bn sin ns ആണ്. ഇനി ഇതിൽ a0 an bn ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. a0 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/p ഇൻറ്റു ഇൻ്റഗ്രൽ -p to p എഫ് ഓഫ് എക്സ് ഡി എക്സ്. an ആവുമ്പോൾ 1/p ഇൻ്റഗ്രൽ -p to p എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് nπ x/p dx. bn ആണെങ്കിൽ 1/p ഇൻറ്റു ഇൻ്റഗ്രൽ -p to p എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ns dx. അപ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോറിയർ സീരീസ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ a0 an bn കണ്ടുപിടിച്ചിട്ടുണ്ട് നോക്കാം. a0 കാണാനുള്ള ഫോർമുല 1/p ഇൻറ്റു ഇൻ്റഗ്രൽ -p to p എഫ് ഓഫ് എക്സ് dx ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു പിൻ്റെ വാല്യൂ π ആണ്. 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് dx. പക്ഷേ -π to π ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്,
മൈനസ് പൈ ടു 0, 0 ടു പൈ. ഇത് പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. സോ നമ്മൾ ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്യുക, മൈനസ് പൈ ടു 0യും 0 ടു പൈയും. മൈനസ് പൈ ടു 0യിൽ 0യും 0 ടു പൈയിൽ എക്സും ആണ്. അപ്പോൾ അതിവിടെ കൊടുത്തു 1/π ഇൻറ്റു മൈനസ് പൈ ടു 0യിൽ എഫ് ഓഫ് എക്സ് 0. അപ്പോൾ 0 ഡി എക്സ് പ്ലസ് 0 ടു പൈയിൽ എഫ് ഓഫ് എക്സ് എക്സ് ആണ്. സോ എച്ച് ഡി എക്സ് which is equal to 1/π into integral 0, 0 plus എക്സിൻ്റെ ഇൻ്റഗ്രൽ എച്ച് സ്ക്വയർ ബൈ 2 ആണ്. ലിമിറ്റ് കൊടുക്കുക 0 ടു പൈ. അപ്പോൾ പൈ സ്ക്വയർ ബൈ 2 എന്ന് വരും. അപ്പോൾ 1/π ഇൻറ്റു പൈ സ്ക്വയർ ബൈ 2, പൈയും പൈയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പൈ ഇവിടെ പൈ സ്ക്വയർ ഇവിടെ പൈ ആണ്. ഒരു പൈ ക്യാൻസൽ ചെയ്താൽ പൈ ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോഎഫിഷ്യൻറ്റ് എ നോട്ടിൻ്റെ വാല്യൂ എന്തെന്ന് കിട്ടി? പൈ ബൈ 2 ആണെന്ന് കിട്ടി. സെക്കൻഡ് കണ്ടുപിടിക്കേണ്ട കോഎഫിഷ്യൻറ്റ് എ എൻ ആണ്. എ എൻ കാണാനുള്ള ഫോർമുല 1/p ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ പി ഡി എക്സ്. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? പി ഈക്വൽ ടു പൈ ആണ്. അപ്പോൾ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ പി എന്നാണ് അല്ലേ ഫോർമുല. എ എൻ കാണാനുള്ള ഫോർമുല എ എൻ ഇസ് ഈക്വൽ ടു 1/p ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ പി ഡി എക്സ് എന്നാണ്. പക്ഷെ ഇവിടെ പി എന്ന് പറയുന്നത് പൈ ആണ്. അപ്പോൾ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ പൈ എക്സ് ബൈ പി പൈ ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു പൈയും പൈയും ക്യാൻസൽ ചെയ്യാം. 1/π ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എച്ച് ഡി എക്സ് എന്ന് മാത്രമേ. ഇനി നമുക്ക് ഈ മൈനസ് പൈ ടു പൈ എല്ലാ നമുക്ക് ഇൻ്റർവെൽ സ്പ്ലിറ്റ് ചെയ്യണം, കാരണം ഇത് പീസ് വൈസ് ഡിഫൈൻഡ് ആണ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/π കോമൺ ആയിട്ട് എടുക്കാം. മൈനസ് പൈ ടു 0യും 0 ടു പൈയും ആണ്. മൈനസ് പൈ ടു 0യിൽ എഫ് ഓഫ് എക്സ് എന്താണ്? 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു കോസ് എൻ എച്ച് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു പൈ. 0 ടു പൈയിൽ എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുള്ളത്? 0 ടു പൈയിൽ എഫ് ഓഫ് എക്സ് എക്സ് ആണ്. അപ്പോൾ 0 ടു പൈയിൽ എഫ് ഓഫ് എക്സിന് പകരം എക്സ് എന്ന് കൊടുക്കുക. എക്സ് ഇൻറ്റു കോസ് എൻ എച്ച് ഡി എക്സ് which is equal to 1/π ഇൻറ്റു ഈ ടേം 0 ഇൻറ്റു കോസ് എൻ എച്ച് ചെയ്യുമ്പോൾ ഇത് 0 ആയിപ്പോയി. ഇൻ്റഗ്രൽ 0 0 പ്ലസ് ഇവിടെ എക്സ് ഇൻറ്റു കോസ് എൻ എച്ച് എന്നാണ്. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എൻ എച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു കോസ് എൻ എച്ചിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എച്ച് ബൈ എൻ. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എച്ചിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ എച്ചിൻ്റെ ഇൻ്റഗ്രൽ കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എച്ച് ഡിവൈഡഡ് ബൈ എൻ ഡി എക്സ്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇതിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. എക്സ് ഇൻറ്റു എക്സിന് പകരം പൈ ഇൻറ്റു സൈൻ എൻ പൈ ഹോൾ ഡിവൈഡഡ് ബൈ എൻ മൈനസ് എക്സ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ ഇത് 0. ഈ n/n നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് 1/n ഇൻ്റഗ്രൽ 0 ടു പൈ സൈൻ എൻ എച്ച്. സൈൻ എൻ എച്ചിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എൻ എച്ച് ഡിവൈഡഡ് ബൈ എൻ. ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ 0 ടു പൈ വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു സൈൻ എൻ പൈ 0 ആണ്. അപ്പോൾ പൈ ഇൻറ്റു 0 0 മൈനസ് 0 0. ഇനി ഈ മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ ഇത് ടേം ഫുള്ളായിട്ട് 0 ആയിപ്പോയി അല്ലെ. പൈ ഇൻറ്റു സൈൻ എൻ പൈ ആണ്. സൈൻ എൻ പൈൻ്റെ വാല്യൂ 0. അപ്പോൾ പൈ ഇൻറ്റു 0 0 0 മൈനസ് 0 എന്തായി പോയി? 0 ആയിട്ട് പോയി. മൈനസ് 1/n ഇൻറ്റു ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഈ മൈനസും കൂടെ പ്ലസ് ഈ എന്നിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ 1/n സ്ക്വയർ ഇൻറ്റു കോസ് എൻ എച്ചിന് ലിമിറ്റ് കൊടുത്താൽ എന്ത് വരും? കോസ് എൻ പൈ മൈനസ് കോസ് 0. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇത് 1/n സ്ക്വയർ പൈ കോസ് എൻ പൈൻ്റെ വാല്യൂ -1 റേസ് ടു n മൈനസ് കോസ് 0 1. ദാറ്റ് ഈസ് ഈക്വൽ ടു -1 റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ പൈ n സ്ക്വയർ എന്ന് എഴുതാം. n ഈക്വൽ ടു 1 2 എക്സെട്ര. അപ്പോൾ a n എന്ന് പറയുന്ന കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? -1 റേസ് ടു n മൈനസ് 1 ഡിവൈഡഡ് ബൈ പൈ n സ്ക്വയർ. ഇനി b n എന്ന് പറയുന്നത് എന്താണ്? b n കാണാനുള്ള ഫോർമുല 1/p ഇൻ്റഗ്രൽ മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ പി ഡി എക്സ് എന്നാണ്. പി ഈക്വൽ ടു ഇവിടെ പൈ ആണ്. എങ്ങനെ പി പൈ എന്ന് കിട്ടിയത്? നമ്മൾ മൈനസ് പി ടു പി എന്നാണ് പറയുക. ദറ്റ് ഈസ് -π ടു പൈ. അപ്പോൾ പി ഈക്വൽ ടു പൈ എന്ന് കൊടുക്കാം. അപ്പോൾ എന്താ വരും? 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡഡ് ബൈ പൈ ഡി എക്സ്
പൈയും പൈയും ഇവിടെ ക്യാൻസൽ ചെയ്യാം അല്ലേ, ടോട്ടലായിട്ടില്ല. സൈൻ എൻ പൈ എസ് ബൈ പി എന്നാണ്, പൈയും പൈയും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 1/π ഇൻറ്റു ഇൻ്റഗ്രൽ -π ടു പൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ -π ടു പൈക്ക് നമുക്ക് ഇൻ്റർവൽ സ്പ്ലിറ്റ് ചെയ്യണം. വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, 1/π കോമൺ പുറത്തേക്ക് എടുത്തു. -π ടു 0യും 0 ടു പൈയും ആക്കാം. -π ടു 0യിൽ എഫ് ഓഫ് എക്സ് എന്താണ്, 0 ആണ്. 0 ടു പൈയിൽ എക്സ്. അപ്പോൾ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -π ടു 0യിൽ 0 ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 0 ടു പൈ, 0 ടു പൈയിൽ എഫ് ഓഫ് എക്സ് എക്സ് ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഈ ടേം ഫുള്ളായിട്ട് 0 ആയിട്ട് പോയി, പ്ലസ് ഇവിടെ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക. എക്സ് ഫസ്റ്റ് ഫംഗ്ഷൻ, എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്, സൈൻ എൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് എന്ന് ലിമിറ്റ് കൊടുത്തു, മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് സൈനിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ഡി എക്സ്. ഇനി ഇതിന് ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ 1/π ഇൻറ്റു ഇവിടെ -1/n ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഈ -1/n എക്സ് എന്ന് എഴുതാം, എന്നിട്ട് ലിമിറ്റ് കൊടുക്കാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും, 1/π ഇൻറ്റു -1/n ഇൻറ്റു എക്സ് കോസ് എൻ എക്സ് എന്നാണ്. അപ്പോൾ -1/n ഇൻറ്റു എക്സിന് പൈ എന്ന് കൊടുക്കാം. അപ്പോൾ -1/n പൈ ഇൻറ്റു കോസ് എൻ പൈ, -1/n പൈ ഇൻറ്റു കോസ് എൻ പൈ അല്ലെ, -1/n ആദ്യം വെളിയിലേക്ക് എടുത്തതിൽ നിന്ന്, എന്നിട്ട് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ്. അപ്പോൾ പൈ ഇൻറ്റു കോസ് എൻ പൈ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ അതെന്തായി പോയി, 0. ഇനി അടുത്ത ടേം മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസും മൈനസും കൂടെ പ്ലസ് ഈ 1/n വെളിയിലേക്ക് എടുക്കാം. ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. അല്ല, ഇൻ്റഗ്രേഷനും കൂടെ ഒരുമിച്ച് ചെയ്യാം. മൈനസും മൈനസും പ്ലസ് ആയി, ഈ 1/n വെളിയിലേക്ക് എടുത്തു. അപ്പോൾ 1/n ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു പൈ കോസ് എൻ എക്സ് എന്നായി. അപ്പോൾ ഇൻ്റഗ്രൽ കോസ് എൻ എക്സ് എന്ന് പറയുന്നത് സൈൻ എൻ എക്സ് ബൈ എൻ ആണ്. അപ്പോൾ മൈനസും മൈനസും കൂടെ പ്ലസ് ആയി, പിന്നെ 1/n നമ്മൾ വെളിയിലേക്ക് എടുത്തു. കോസിൻ്റെ സൈനിൻ്റെ ഇൻ്റഗ്രൽ അല്ല, കോസാണ്, കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എൻ എക്സ് ബൈ എൻ, സൈൻ എൻ എക്സ് ബൈ എൻ, ലിമിറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഫ്രം 0 ടു പൈ, 0 ടു പൈ. അപ്പോൾ എന്ത് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു -1/n പൈ കോസ് എൻ പൈനിൻ്റെ വാല്യൂ എത്രയാണ്, -1/n പ്ലസ് ഈ എന്നിന് നമുക്ക് വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ 1/n² ഇൻറ്റു സൈനിന് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാം. അപ്പർ ലിമിറ്റ് കൊടുത്താൽ സൈൻ എൻ പൈ മൈനസ് ലോവർ ലിമിറ്റ് കൊടുത്താൽ സൈൻ 0. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/π ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാം, -1/n പൈ -1/n ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ n. ഇവിടെ മൈനസ് ഉണ്ട്, സോ -1/n പൈ ബൈ n പ്ലസ് 1/n² ഇൻറ്റു സൈൻ എൻ പൈൻ്റെ വാല്യൂ 0, സൈൻ 0 0, 0 മൈനസ് 0 0. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ബാലൻസ് എന്ത് മാത്രമാണ് ഉള്ളത്, 1/π ഇൻറ്റു മൈനസ് ഓഫ് -1/n പൈ ഡിവൈഡഡ് ബൈ n അല്ലേ, പൈയും പൈയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു -1/n ഡിവൈഡഡ് ബൈ n. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതായത് ഇത് -1 ഇൻറ്റു -1/n ഡിവൈഡഡ് ബൈ n എന്നാണ്. മൈനസ് ഓഫ് -1/n ഡിവൈഡഡ് ബൈ n, മൈനസ് ഓഫ് -1/n എന്ന് പറഞ്ഞാൽ എന്താണ്, -1 ഇൻറ്റു -1/n ഡിവൈഡഡ് ബൈ n, -1 ഇൻറ്റു a/m ഇൻറ്റു a/n a/m പ്ലസ് n. അപ്പോൾ ഇത് -1/1 -1/n, അപ്പോൾ രണ്ടിനും കൂടെ ചേർത്തിട്ട് -1/n പ്ലസ് 1 ഡിവൈഡഡ് ബൈ n എന്ന് എഴുതാം. n ഈക്വൽ ടു 1 to etc. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, an-ൻ്റെ വാല്യൂ കിട്ടി, a0 കിട്ടി. a0 എന്ന് പറയുന്നത് π/2 ആണ്. an-ൻ്റെ വാല്യൂ -1/n -1 ഡിവൈഡഡ് ബൈ πn² ആണ്. bn-ൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്
bn equal to minus 1 raised to n plus 1 divided by n. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഫൊറിയർ കോഎഫിഷ്യന്റിൽ കൊടുക്കുക, ഫൊറിയർ സീരീസിൽ കൊടുക്കുക. ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് എഫ് ഓഫ് എച്ച് നോട്ട് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് എ നോട്ട് ബൈ പി പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു എന്താ ഫോർമുല എ നോട്ട് ബൈ 2 തന്നെ അല്ലേ. എഫ് ഓഫ് എച്ച് ഈക്വൽ ടു എ നോട്ട് ബൈ 2 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ പൈ എച്ച് ഡിവൈഡഡ് ബൈ, അപ്പോൾ പൈ പീരീഡ് ആകുമ്പോൾ എൻ പൈ എച്ച് ബൈ പി, അതൊക്കെ ക്യാൻസൽ ചെയ്ത് നമുക്ക് എ എൻ കോസ് എൻ എച്ച് പ്ലസ് ബി എൻ സൈൻ എൻ എച്ച് എന്ന് മാത്രം എഴുതാം. കാരണം എന്താണ്, പൈ പീരീഡ് ആകുമ്പോൾ പൈയും ക്യാൻസൽ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസ്. കിട്ടിയ കോഎഫിഷ്യൻസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ നോട്ട് എന്ന് പറയുന്നത് കിട്ടിയത് പൈ ബൈ 2 ആണ്. അപ്പോൾ പൈ ബൈ 2 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് പൈ ബൈ 4 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity എ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടിയത്, n is equal to minus 1 raised to n minus 1 divided by pi n square. Minus 1 raised to n minus 1 divided by pi n square cos nx plus bn in the value minus 1 raised to n plus 1 into divided by n into sin nx എന്നാണ്. അപ്പോൾ which is equal to pi by 4. ഇനി n ഈക്വൽ ടു ആദ്യം 1 കൊടുക്കുക. n ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ എന്ത് വരും, മൈനസ് 1 റേസ് ടു 1 ദറ്റ് ഈസ് മൈനസ് 1 മൈനസ് 1 മൈനസ് 2 ഡിവൈഡഡ് ബൈ, ഇത് മൈനസ് 2 എന്നായി. ഇപ്പോൾ സമ്മിൻ്റെ എക്സ്പാൻഡ് ചെയ്യും, ഇത് മൈനസ് 2 ഡിവൈഡഡ് ബൈ n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ പൈ കോസ് എക്സ്. ഈ ടേം n ഈക്വൽ ടു 1 കൊടുത്താൽ മൈനസ് 1ൻ്റെ സ്ക്വയർ, മൈനസ് 1ൻ്റെ സ്ക്വയർ എത്രയാണ്, അപ്പോൾ രണ്ട് ടേം വരുന്നു, ഒന്ന് കോസും ഒന്ന് സൈൻ. അപ്പോൾ നമുക്ക് ആദ്യം കോസിൻ്റെ ടേംസ് എല്ലാം എഴുതാം, അതിനുശേഷം സൈനിൻ്റെ ടേംസ് എഴുതാം. അപ്പോൾ n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇതാണ് കിട്ടിയത്. n ഈക്വൽ ടു 2 കൊടുത്താൽ മൈനസ് 1ൻ്റെ സ്ക്വയർ 1, 1 മൈനസ് 1 0. അപ്പോൾ അടുത്ത ടേം 0 ആവും. n ഈക്വൽ ടു 3 എന്ന് കൊടുത്താൽ മൈനസ് 1ൻ്റെ ക്യൂബ്, മുകളിൽ മൈനസ് 2 തന്നെ, താഴെ 3 സ്ക്വയർ പൈ കോസ് 3x പ്ലസ് 4 കൊടുത്താൽ 0, 5 കൊടുത്താൽ 2 ബൈ മൈനസ് 2 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ പൈ ഇൻറ്റു കോസ് 5x പ്ലസ് എക്സെട്ര എന്ന് വരും. ഇനി സൈനിൻ്റെ ടേം എക്സ്പാൻഡ് ചെയ്യാം. n ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ 1 പ്ലസ് 1 2, അപ്പോൾ മൈനസ് 1ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1. അപ്പോൾ ആദ്യത്തെ ടേം തന്നെ മൈനസ് ആണ്, മൈനസ് സൈൻ എക്സ്. n ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ മൈനസ് 1ൻ്റെ ക്യൂബ്, മൈനസ് 1 ക്യൂബ് എത്രയാണ്, മൈനസ് 1, മൈനസും മൈനസ് 1 ക്യൂബ് 1 അല്ലേ. അപ്പോൾ മൈനസ് 1 ബൈ n ഈക്വൽ ടു 2 കൊടുത്തു, മൈനസ് 1 ബൈ 2 സൈൻ 2x. n ഈക്വൽ ടു 3 കൊടുത്താൽ എത്രയാണ്, മൈനസ് 1 റേസ് ടു 3 പ്ലസ് 1, മൈനസ് 1 റേസ് ടു 3 പ്ലസ് 1 പറയുമ്പോൾ പ്ലസ് 1 ബൈ 3 സൈൻ 3x പ്ലസ് എക്സെട്ര എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു പൈ ബൈ 4 മൈനസ്, നമുക്കിതിനെങ്ങനെ എഴുതാം, മൈനസ് എല്ലാ ടൈമിലും ഇവിടെ മൈനസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിന് മൈനസ് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 ബൈ പൈ കോസ് എക്സ് പ്ലസ് 2 ബൈ 3 സ്ക്വയർ പൈ കോസ് 3x, കാരണം മൈനസ് വെളിയിലേക്ക് എടുക്കുന്നുണ്ട്, പ്ലസ് 2 ബൈ 5 സ്ക്വയർ പൈ കോസ് 5x പ്ലസ് എക്സെട്ര മൈനസ് സൈൻ എക്സ് മൈനസ് n ഈക്വൽ ടു 1 എന്ന് കൊടുക്കുമ്പോൾ മൈനസ് 1ൻ്റെ സ്ക്വയർ, അപ്പോൾ ഇതിവിടെ പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ മൈനസ് സൈൻ എക്സ് പ്ലസ് 1 ബൈ 2 സൈൻ 2x, ഇവിടെ മൈനസ് പുറത്തുണ്ട്, ഈ പ്ലസ് മൈനസ് ആവും, മൈനസ് 1 ബൈ 3 സൈൻ 3x പ്ലസ് എക്സെട്ര. ഇനി ഇതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ പൈ ബൈ 4 മൈനസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity. ഇവിടെ നമുക്ക് കോസിൻ്റെ കൂടെ ഉള്ളത് 2 ബൈ പൈ, 2 ബൈ 3 സ്ക്വയർ പൈ 3 5, അങ്ങനെ ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നത്. ഇവിടെ ആകുമ്പോൾ എല്ലാ ടേമും ഉണ്ട്. അപ്പോൾ ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ അങ്ങനെ എഴുതുക, 2 ഡിവൈഡഡ് ബൈ ഓഡ് നമ്പറിൻ്റെ സ്ക്വയർ, അപ്പോൾ ഓഡ് നമ്പർ 2n മൈനസ് 1 ആണ്, അതിൻ്റെ സ്ക്വയർ കൂടെ ഒരു പൈ, 1 പൈ 3 സ്ക്വയർ പൈ 5 സ്ക്വയർ പൈ, അങ്ങനെയാണ്. കോസിൻ്റെ കൂടെ ആ ഓഡ് നമ്പർ വരും, ദാറ്റ് ഈസ് 2n മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് സൈൻ്റെ ടേമിന് എല്ലാം ഉണ്ട്, സൈൻ ഓൾട്ടർനേറ്റീവ് ആണ്. ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് 1 റേസ് ടു n ഡിവൈഡഡ് ബൈ n സൈൻ nx എന്ന് എഴുതാം.
അല്ലെ, മൈനസ് പ്ലസ് എന്നാണ് ആദ്യത്തെ ടേം. n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ മൈനസ് ആണ്. അപ്പോൾ പ്ലസ് -1/n ഡിവൈഡഡ് ബൈ n സൈൻ nx. 1ന് 1, 2 ആകുമ്പോൾ 2, 3 ആകുമ്പോൾ 3. ഇവിടെ ആകുമ്പോൾ താഴെ സ്ക്വയറും മുകളിൽ ആ ടേം മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഫോറിയർ സീരീസിനെ നമ്മൾ ആ സീരീസിൻ്റെ ഫോമിലേക്ക് തന്നെ മാറ്റി എഴുതി. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ഈ പീരിയോഡിക് എക്സ്റ്റൻഷൻ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ പീരിയോഡിക് എക്സ്റ്റൻഷൻ ആക്കാന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നോക്കണം? ഈ f(x) -πയിലും പൈയിലും ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യാൻ അതല്ല തീരത്തിൽ പറയണം. മൈനസ് പിയിലും പിയിലും ലെഫ്റ്റ് ഹാൻഡ് ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യാനുണ്ടോ നോക്കണം. അപ്പോൾ നമ്മൾ ഈ ഇൻ്റർവൽ -π to πനെ രണ്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. -π to 0ഉം 0 to πയും. -π to 0ൽ f(x) എന്തായിരുന്നു? -π to 0ൽ f(x) 0. f(x) 0 ആണെങ്കിൽ f'(x) എന്ത് തന്നെയായിരിക്കും? 0 തന്നെയായിരിക്കും അല്ലേ. f(x) ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ f'(x) എന്താണ്? 0. അപ്പോൾ f കണ്ടിന്യൂസ് ആണ്, f കണ്ടിന്യൂസ് ആണ് ഓൺ -π to 0. ഇത് രണ്ടെണ്ണത്തിലും എഫും f' കണ്ടിന്യൂസ് ആണ്. ഇനി അടുത്ത ഇൻ്റർവൽ 0 to π. 0 to πയിൽ f(x) x ആണ്. സോ f'(x) xന്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ x പോളിനോമിയലാണ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കും. f'(x) ഈക്വൽ ടു 1 കോൺസ്റ്റന്റ് ആണ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. സോ 0 to πയിലും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 0 to πയിൽ f(x)ഉം f' കണ്ടിന്യൂസ് ആണ്. അതുപോലെ -π to 0ലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഫും f' രണ്ടിടത്തും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ ഇന്റർവെല്ലും കണ്ടിന്യൂസ് ആണ്. ദാറ്റ് ഈസ് f ആൻഡ് f' ആർ പീസ് വൈസ് കണ്ടിന്യൂസ് ആണ് -π to π എന്ന് പറയാം. ഈ ഇന്റർവെല്ലും കണ്ടിന്യൂസ് ആണ്, ഈ ഇന്റർവെല്ലും കണ്ടിന്യൂസ് ആണ്. സോ അത് പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ആ തിയറത്തിന്റെ കണ്ടീഷൻസ് ഓഫ് കൺവേർജൻസ് എന്നുള്ള തിയറം വെച്ചിട്ട് നമുക്ക് നോക്കാനുള്ളത് ആ രണ്ട് കണ്ടീഷൻ കിട്ടി. എഫും f' കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബൈ കണ്ടീഷൻസ് ഓഫ് കൺവേർജൻസ് ഓഫ് എ ഫോറിയർ സീരീസ് ആ തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? കണ്ടിന്യൂസ് ആവുന്ന പോയിന്റിൽ f(x) എവിടേക്കാണ് കൺവേർജ് ആവുക? ഫോറിയർ സീരീസ് കൺവേർജ് ആവുന്നത് f(x)ലേക്ക് തന്നെ. f has a Fourier series and the Fourier series converges to f(x). അല്ല തിയറത്തിൽ പറയുന്നത് കണ്ടിന്യൂസ് ആവുന്ന പോയിന്റിൽ ഫോറിയർ സീരീസ് കൺവേർജ് ചെയ്യുന്നത് f(x)ലേക്ക് തന്നെ. കണ്ടിന്യൂസ് അല്ലാണ്ട് വരുന്ന പോയിന്റ്സ് ഉണ്ട്. എഫ് ഡിസ്കണ്ടിന്യൂസ് ആവുമ്പോൾ എഫ് കൺവേർജ് ചെയ്യുന്ന ഫോറിയർ സീരീസ് കൺവേർജസ് ടു f(x) പ്ലസ് f(x) മൈനസ് ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഇതിന്റെ ഫോറിയർ സീരീസ് എക്സ്റ്റൻഷൻ ആണ് എഴുതേണ്ടത്. Hence, the Fourier series obtained above converges to the periodic extension of f defined by എങ്ങനെയാണ് ഇതിന്റെ എക്സ്റ്റൻഷൻ ചെയ്ത? -π to πയിലാണ് നമുക്ക് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ പീരീഡ് നമുക്ക് π ആയിട്ട് എടുക്കാം. 2π -π to π ആണെങ്കിൽ 2π ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഇന്റർവൽ -π to πയിൽ f(x) എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ 2π പീരിയോഡിലും ഇതെന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും. അതായത് f(x) പ്ലസ് 2π is equal to f(x). ഇനി അതിന്റെ ഗ്രാഫും കൂടെയാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? 0, π, 2π, 3π നമ്മൾ മാർക്ക് ചെയ്തു. ലെഫ്റ്റിലേക്ക് -π, -2π, -3π എക്സെട്ര മാർക്ക് ചെയ്തു. ഇനി -π മുതൽ 0 വരെ ഫംഗ്ഷന്റെ വാല്യൂ എന്ത് തന്നെയാണ്? 0. -π to 0 വരെ 0 തന്നെയാണ്. 0 to πയിൽ x എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രാഫ്? f(x) ഈക്വൽ ടു x എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഗ്രാഫ് വരയ്ക്കാം? ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ, അതാണ് എന്ത്? f(x) ഈക്വൽ ടു x എന്ന് പറയുന്ന ഗ്രാഫ്. അപ്പോൾ 0 to πയിൽ f(x) x ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ വരച്ചു? 0 to π വരെ സ്ട്രൈറ്റ് ലൈൻ വരച്ചു. ഇനി നമുക്ക് അടുത്ത പീരീഡ് പറയുന്നത് f(x) പ്ലസ് 2π ആണ് f(x). അതായത് 0ന്റെ കൂടെ 2π ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 to πക്ക് പകരം 2π to 3π എന്തായിരിക്കും? x ആയിരിക്കും. 2π to 3πയിൽ x മാർക്ക് ചെയ്തു. ഇനി ലെഫ്റ്റിലേക്ക് നമുക്ക് 3 പീരീഡിനുള്ള ഗ്രാഫാണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ടു വിച്ച് ദ സീരീസ് കൺവേർജസ് ഫോർ 3 പീരീഡ്സ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്ത് നോക്കണം? -π to 0ൽ 0, 0 to πക്ക് x. ഇനി ഇതേത് റിപ്പീറ്റ് ചെയ്യേണ്ടത് 2π പീരീഡിന് ശേഷമാണ്. അപ്പോൾ 0ൽ വരച്ച ഗ്രാഫ് നമ്മൾ അവിടെ വരയ്ക്കണം, 2πയിൽ വരയ്ക്കണം. 0ന്റെ ലെഫ്റ്റിൽ -2πയിൽ വരയ്ക്കണം. അപ്പോൾ ഇതിന്റെ ലെങ്ത് നോക്കുക. 0 - -2π 2π, 2π - 0 2π. അപ്പോൾ നമുക്ക് 3 പീരീഡിൽ വരുന്ന ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പ്രോബ്ലത്തിൽ? ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഫോറിയർ സീരീസിന്റെ ഫോം നമുക്കറിയാം. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിനുശേഷം അത് കൺവേർജ് ആവുന്നത് അവിടേക്കാണ്. അതുപോലെ
കൺവേർജ് ആവുന്ന പോയിന്റ് ഫൊറിയർ സീരീസ് എവിടേക്കൊക്കെയാണ് കൺവേർജ് ആവുക നോക്കണം. കൺവേർജ് ആവണം നോക്കാൻ വേണ്ടിയിട്ട് കണ്ടീഷൻസ് ഓഫ് കൺവേർജൻസ് എന്നുള്ള തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ തന്നിട്ടുള്ള എഫും അതുപോലെ തന്നെ അതിൻ്റെ എഫ് ഡാഷും കണ്ടുപിടിക്കുക. അതെല്ലായിടത്തും കണ്ടിന്യൂസ് ആണോ നോക്കുക. അപ്പോൾ കണ്ടിന്യൂസ്, ഇപ്പോൾ ഈ പോയിന്റ് കണ്ടിന്യൂസ് അല്ലാണ്ടാവുന്നത് എവിടെയാണ് തന്നിട്ടുള്ള ഫംഗ്ഷൻ? സീറോയിൽ ഇതെന്തല്ല, കണ്ടിന്യൂസ് അല്ല. അപ്പോൾ അല്ലാത്ത പോയിന്റിൽ -πയിലും πയിലും എല്ലാം ഫംഗ്ഷൻ എന്തായിരിക്കും? കൺവേർജസ് ടു. ഇതിൻ്റെ ഇടയിലെ പോയിന്റ് എല്ലാം കണ്ടിന്യൂസ് ആണ്. -π മുതൽ 0 വരെ കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ 0 to π വരെയുള്ളതും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ 0 to π എന്നുള്ള ഇൻ്റർവെല്ലിലെല്ലാം ഫംഗ്ഷൻ ഫൊറിയർ സീരീസ് കൺവേർജ് ആവുന്നത് ഈ f(x)ലേക്ക് ആയിരിക്കും. അതല്ലാത്ത പോയിന്റിൽ ഇപ്പോൾ 0യിൽ കണ്ടിന്യൂസ് അല്ലാണ്ടാവും, അതുപോലെ തന്നെ -πയിൽ കണ്ടിന്യൂസ് അല്ലാണ്ടാവും, πയിൽ കണ്ടിന്യൂസ് അല്ലാണ്ടാവും. അപ്പോൾ അവിടെ എല്ലാം ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നവിടെയെല്ലാം ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുന്നത് ഈ പോയിന്റിലേക്കാണ്. f(x++ f(x- ഡിവൈഡഡ് ബൈ 2). അതിനുശേഷം അതിൻ്റെ ഗ്രാഫും വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.